ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസിൽ കാണാം, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്താണ്? അല്ല, അവർക്കറിയാഞ്ഞിട്ടല്ല. ഇസ്ലാമിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഇതൊക്കെ അവർക്കറിയാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിയാണ്, ഉള്ള സമയം കൊണ്ട് ഏറ്റവും നല്ല അമൽ ചെയ്താൽ കൂടുതൽ പ്രതിഫലം നേടാം എന്നുള്ള മത്സര ബുദ്ധിയാണ് അവർക്കുണ്ടായിരുന്നത്. വിശ്വാസം പറഞ്ഞു സ്വലാത്തു അല വക്തിഹ, സമയത്ത് നമസ്കരിക്കുക, ഫർദ് നമസ്കാരം. അപ്പോൾ ചോദിച്ചു സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. സുമ്മ അയ്യു, പിന്നെ ഏതാണ്? അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ്. അപ്പോൾ ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് നമസ്കാരവും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. താബിഈയായിട്ടുള്ള മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം രാത്രി സുഖമില്ലാത്ത രോഗിയായ ഉമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട്, ഉമ്മയുടെ കാല് തിരുമ്മിക്കൊടുത്തുകൊണ്ട് ഇദ്ദേഹം രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാത്രി നമസ്കരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബു അൻ തകൂന ലൈലതി ബിലൈലതിഹി, എൻ്റെ ഈ രാത്രി, ഞാൻ ഇന്ന് രാത്രി ചെയ്ത ഈ അമൽ, അതിന് പകരം അവൻ ചെയ്ത അമൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുകയില്ല, എനിക്ക് അത് താല്പര്യമില്ല. അഥവാ ഈ ഉമ്മാൻ്റെ കാല് തിരുമ്മി കൊടുക്കുക എന്നുള്ളത് ചെറിയ അധ്വാനമുള്ള കാര്യമാണ് നമസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച്. പക്ഷേ ആ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം എനിക്ക് തരാം, ഈ പ്രതിഫലം അവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? അത് വെറുതെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല, ഈ ഹദീസാണ് കാരണം. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അതിൽ നമസ്കാരം ഫർദ് നമസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിറുൽ വാലിദൈനാണ്. അതിന് ശേഷം ജിഹാദൊക്കെ കഴിഞ്ഞ് എവിടെയാണ് ഖിയാമുൽ ലൈൽ വരിക? കുറേ താഴെയായിരിക്കും. അപ്പോൾ അതിനേക്കാളും പ്രധാനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അമലുകളിൽ കൂടുതൽ നല്ലത് ഏതാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക.